ഐഡൻറ്റിറ്റി വളരെ സ്പെഷ്യലാണ് എനിക്ക്. അതിന് ഞാൻ ആദ്യമേ നന്ദി പറയുന്ന എൻ്റെ സംവിധായകരായ അഖിലിനും അനസിനുമാണ് എന്നെ ഈ പടത്തിൽ ചൂസ് ചെയ്തത്. അവരുടെ ആ ധൈര്യം കണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത രാജു സാറിനും ഞാൻ നന്ദി പറയുന്നു. കാര്യം പ്രൊഡ്യൂസറിനും സമ്മതിക്കണം. ഇപ്പോൾ ഇതിലോട്ട് വന്ന എന്താ പറയുക, നമ്മളുടെ എല്ലാം മലയാളികളുടെ എല്ലാ അഭിമാനമായ നമുക്കറിയാം കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയ് സാറിനെ കാണാൻ സാധിച്ചതിലും ഇങ്ങനൊരു സിനിമയിൽ അദ്ദേഹം കോൺഫിഡൻസ് അർപ്പിച്ച ഈ ഒരു വേദിയിൽ മീഡിയയോട് താങ്കൾ ഇങ്ങനെ ശക്തമായി പറയുമ്പം അത് തീർച്ചയായിട്ടും പ്രേക്ഷകനുണ്ടാകുന്ന ഒരു കോൺഫിഡൻസും നമുക്ക് തിയേറ്ററിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഞാൻ തീർച്ചയായിട്ടും ഐ ബിലീവ് ഇൻ ഇറ്റ്. പിന്നെ തീർച്ചയായും പറഞ്ഞാൽ നമ്മുടെ ഒക്കെ വളരെ പരിചിതമായ ആക്ടറാണ് വിനയ് റോയ് സാർ. അദ്ദേഹത്തിനോടൊപ്പം കോമ്പിനേഷൻ സീൻസ് ചെയ്യാൻ കഴിഞ്ഞു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. തൃഷ മാം. ഫൈനലി കമ്മിങ് ടു മൈ ബ്രദർ ഫ്രണ്ട് ടൊവിനോ തോമസ്. പറയാൻ വേറൊന്നുമല്ല, ഇതിനു മുമ്പ് എൻ്റെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ ഞാൻ ഭാഗമായത് ARM ആയിരുന്നു. അത് അദ്ദേഹം ആ കടമ്പ ചാടി. അതിനും ഞാൻ ഭാഗമായ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രം 2018 ആയിരുന്നു. അതും അദ്ദേഹം കടമ്പ ചാടി. അതിനും ഞാൻ ഭാഗമായ വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രം മിന്നൽ മുരളിയായിരുന്നു. അതും അദ്ദേഹം കടമ്പ ചാടി. സോ ബാക്കി ഞാൻ പറയുന്നില്ല, ദൈവം കൂടെ ഉണ്ടാവട്ടെ. രവി സാർ, താങ്ക് യു സോ മച്ച്. സോ ഹാപ്പി ടു സീ യു ഹെൽത്തി ആൻഡ് ഫിറ്റ്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. സുജിത് സാർ നമസ്കാരം. ബാക്കി കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ മാനേജ്മെൻറ്റ് ആൻഡ് അനസ് ആൻഡ് അഖിൽ, നിങ്ങളോട് എനിക്ക് ഏറ്റവും വലിയ സന്തോഷവും നന്ദിയും ഇതാണ്. ഈ ക്യാരക്ടർ എനിക്ക് സിനിമ കണ്ട് പ്രേക്ഷകർ എന്ത് പറയുക എന്നതിനേക്കാൾ ഉപരി ഒരു നടൻ എന്നുള്ള നിലയിൽ നിങ്ങൾ എനിക്ക് തന്ന കോൺഫിഡൻസ് മുന്നോട്ടുള്ള സിനിമകൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ബി ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഇവിടെ വന്ന എല്ലാവർക്കും താങ്ക് യു. ഐ തിങ്ക് ഞാനിപ്പം സിനിമ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5 വർഷമായി. അതിലെ ആദ്യത്തെ ഏറ്റവും വലിയൊരു ഇവൻറ്റ്സിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ ഇപ്പം സംസാരിക്കുന്നത്. സോ ഐ എം കുറച്ച് നെർവസ്. ബട്ട് എനിവേസ്, ഐഡൻറ്റിറ്റി ജേർണി തുടങ്ങിയത് ജാനുവരി സമയത്തായിരുന്നു. അഖിലേട്ടൻ ഓഡിഷന് വിളിക്കുന്നു. ഓഡിഷന് വിളിച്ചു, ഓഡിഷൻ കഴിഞ്ഞു. ഓഗസ്റ്റ് ആയപ്പം വീണ്ടും ഈ പറഞ്ഞ പോലെ വീണ്ടും അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്ലോ ആയി ഇതിൻ്റെ പ്രോസസ്സ്. എന്നിട്ട് ഓഗസ്റ്റ് ആയപ്പോൾ വീണ്ടും ഇത് തുടങ്ങി. വീണ്ടും ഞാൻ അങ്ങോട്ട് പോയി ചോദിച്ച് വാങ്ങിച്ച റോളായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ ചെയ്യുന്ന ആൾക്കാരും അല്ലാത്ത കാരണം അവരൊരു ഓഡിഷൻ വീണ്ടും വെച്ചു, വീണ്ടും ചെയ്തു. താങ്ക് യു അഖിൽ, പോൾ ആൻഡ് അനുസ്കാൻ ഫോർ ട്രസ്റ്റിംഗ് മീ ആൻഡ് ഗിവിംഗ് മീ നീരജ. വേറെ ഒരു സംഭവം ചെയ്തെന്ന് വെച്ചാൽ ഇവരെന്നെ മുടി മുറിച്ചു. ഒരു സാധനം ഫ്രീ ആയിട്ട് വരത്തില്ല. അപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ മുടി മുറിച്ചു. അങ്ങനെ ഇപ്പോൾ 1 വർഷമായി ഞാനിപ്പം ഷോർട്ട് ഹെയറിലാണ്. ദാറ്റ് ദേ ഗേവ് മീ. താങ്ക് യു for that experience as well, and it was really wonderful working. ഞാൻ ആദ്യം തന്നെ ഐഡൻറ്റിറ്റി എന്ന പ്രോജക്റ്റ് കേട്ടപ്പോൾ ഇത് ആദ്യമേ ബിഗ് സ്കെയിൽ തന്നെയായിരുന്നു ഫോർ മീ. ബിക്കോസ് ടോവിനോ ചേട്ടനുണ്ട്, തൃഷ മാം, വിനയ് സർ, എവ്രിവൺ, വണ്ടർഫുൾ കാസ്റ്റ്. സോ ഐ വാസ് ലൈക്ക് ജാക്ക്പോട്ട്. സോ പിന്നെ ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസർ രാജു സാറിനെ ആദ്യം മീറ്റ് ചെയ്യാൻ പോയി. രാജു സാറും എന്നെ വിശ്വസിച്ചു, എനിക്ക് നീരജ തന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. Yeah, it was a really wonderful experience. I really want to mention Archana Kavi. She was there. She was along with me throughout this journey. So we all miss her now. And ബാക്കിയുള്ള എല്ലാവരുടെയും കൂടെ ഈ പറഞ്ഞ പോലെ വലിയൊരു ജേർണി ആയിരുന്നു. സോ ഇറ്റ് വാസ് എനിക്ക് എൻ്റെ കോളേജ് കഴിഞ്ഞിട്ട് വീണ്ടും സിനിമ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് കിട്ടിയൊരു പ്രോജക്റ്റ് ആയിരുന്നു ഐഡൻറ്റിറ്റി. സോ ദാറ്റ് വേ ഇറ്റ് ഇസ് വെരി മെമ്മറബിൾ ഫോർ മീ ആൻഡ് ഇറ്റ് വാസ് റിയലി എൻ അമേസിങ് എക്സ്പീരിയൻസ്. ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു. ജാനുവരി ഫസ്റ്റ് വീക്കിൽ എന്തായാലും റിലീസാം. എല്ലാവരും ഐഡൻറ്റിറ്റി തിയേറ്ററിൽ തന്നെ പോയി കാണണം. ആൻഡ് പ്ലീസ് കീപ് സപ്പോർട്ടിങ് us as you keep supporting us. Thank you. Thank you so much. Nervousness കുറഞ്ഞോ? അത് എപ്പോഴും എന്നും ഉണ്ടാവും. Nervousness മാറിയെങ്കിൽ can you tell us what was your favorite moment in the set of Identity? Cool ആയിട്ട് nervousness ഇല്ലാതെ if you can think about one favorite memory from the set. I think ആ സെറ്റിൽ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കി നടക്കുന്ന ആളായതുകൊണ്ടും ഞാൻ മറിച്ചായിരുന്നു. അപ്പം ഇൻ എ വേ നമ്മളെപ്പോഴും we were like always running behind, going there എന്നൊക്കെ പറഞ്ഞു. Now it's really every day is like particularly ഒന്നും കോട്ട് ചെയ്യാനായിട്ടില്ല അല്ലേ? എൻ്റെ ക്യാരക്ടർ അങ്ങനെ മെമ്മറബിൾ ആക്കാൻ പറ്റുന്ന ക്യാരക്ടർ അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ let's see that in theaters. Yeah, hopefully. Yes.
Thank you so much. You look very pretty. എന്താ പറയുക, ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാടധികം സന്തോഷമുണ്ട്. ഇതെൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. അതും അഖിലേട്ടൻ്റെ കൂടെ മനസ്കാടൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാടധികം സന്തോഷമുണ്ട്. മാത്രമല്ല അഖിലേട്ടൻ പരിചയപ്പെട്ട അന്ന് മുതൽ അഖിലേട്ടൻ നമ്മളോട് കാണിക്കുന്ന ഒരു അഫെക്ഷനും ഒരു കെയറും ഇതൊക്കെ എപ്പോഴും എനിക്ക് മാത്രമല്ല എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യും. ഇപ്പോൾ ഫോൺ വെച്ചിട്ടായാലും ശരി, ഞങ്ങൾ നേരിട്ട് കാണുമ്പോഴും ഒക്കെ ഈ പറഞ്ഞ പോലെ. പിന്നെ അതുപോലെ രാജു സാറ് ഭാഗമായിട്ടൊരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചു. അതൊരു കോൺഫിഡൻസ് ഗ്രൂപ്പിൽ ഞാൻ കേട്ടിട്ടുള്ളൂ. ഇന്ന് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം. പിന്നെ കമ്മിങ് ടു മൈ ബ്രദർ ടോവിനോ ചേട്ടൻ, ഞാൻ ഇതിനു മുമ്പ് ഐഡൻറ്റിറ്റിയുടെ ലൊക്കേഷനിൽ ഒരു ദിവസം ടോവിനോ ചേട്ടനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഏകദേശം ഷൂട്ടിൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അതിൻ്റെ ഇടയിൽ ഏകദേശം ഒരു 2 മണിക്കൂറോളം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു അദ്ദേഹം ക്യാരവാനിൽ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഒരുപാടധികം ഞങ്ങൾ തമ്മിലുള്ള സംസാരം, ഒരുപാടധികം മോട്ടിവേഷൻ, അദ്ദേഹം ഞാൻ സിനിമയിൽ വന്നതിന് ഒരു കാരണം അദ്ദേഹമാണെന്ന് ഞാൻ ഇവിടെ പറയാം. അത്രത്തോളം ഞാൻ ഇൻസ്പയർ ആയിട്ടാണ് ഞാനിവിടെ ഒരു സിനിമ ചെയ്തിട്ട് നിൽക്കുന്ന അദ്ദേഹം എന്നെ അത്രത്തോളം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളും ഒക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ചേട്ടൻ ഓർക്കുന്നത് എനിക്കറിയില്ല. 2 മണിക്കൂറോളം എന്നോട് സംസാരിച്ചു വന്നു. ചേട്ടൻ കടന്നു വന്ന വഴികളും നീ എവിടെയൊക്കെ സൂക്ഷിക്കണം, നീ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. പിന്നെ വിനയ് സാറിനെ പറ്റി പറയുമ്പോൾ, ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് എറണാകുളം വരുമ്പോൾ ഞാൻ കേട്ടിട്ടൊന്നൊരു പണ്ട് ഉന്നാലെ എന്ന് പറഞ്ഞിട്ട്. ഐ എം എ ബിഗ് ഫാൻ ഓഫ് യു സാർ, ബിഗ് ഫാൻ ഓഫ് യു. പിന്നെ എന്താ പറയുക, ഞാൻ കുറച്ച് നെർവസാണ് ഈ പറയും പോലെ. അജുചേട്ടനൊക്കെ ഭാഗമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചതിന് ഒരുപാട് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. പിന്നെ ഒരുപാട് ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. ഒറ്റ ക്വസ്റ്റ്യൻ